അത് പ്രേക്ഷകർ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വഴുതക്കാട് കൃഷ്ണവിലാസ റോഡ് എന്ന റോഡിലാണ് ഈ രമേശ് ചെന്നിത്തല സാർ താമസിക്കുന്നത്. ദേവദത്തം. അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഈ അവിടുത്തെ ഒരു അത്ര വീതി കൂടിയ വഴിയല്ല, കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലെന്ന് വെച്ചാൽ ആൾക്കാരെ കൂട്ടിമുട്ടാതെ പോകാൻ പറ്റുന്ന വഴിയാണ്. ഇന്ന് മൊത്തം ഇടിച്ച ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അതിലൊരു 4 പേര് ഇടിക്കുന്നുണ്ട്, 2 പേര് മന്ത്രിയാകാനുള്ള ആൾക്കാരാണ്. അതാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. ഞാൻ നോക്കി ആ വഴിയിലൊക്കെ ആൾക്കാർ മന്ത്രിമോഹികളും മന്ത്രിയാവാൻ അർഹതയുള്ളവരും ഒക്കെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെന്നിത്തല ഇറങ്ങി വന്ന് നോക്കിച്ചു മോഹിപ്പിച്ചകത്ത്. ഇപ്പൊ ഇതാ എനിക്കൊന്ന് ഇത് രമേശ് ചെന്നിത്തല വീടാണോ എന്ന് എനിക്ക് അറിയില്ല. KPC ആസ്ഥാനത്താണ്. എനിക്കൊന്ന് ചർച്ചകൾ മുഴുവൻ KPC ആസ്ഥാനത്തേക്ക് മാറിയെന്നാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് മന്ത്രിയാകാൻ സാധ്യതയുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. CP ജോൺ മന്ത്രിസ്ഥാനം ഉറപ്പായി. എനിക്ക് തോന്നുന്നത് കുറച്ചധികം കാലമായി അദ്ദേഹം ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നടപ്പാക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അതെ, ചർച്ച നമുക്കൊന്നും മനസ്സിലാവില്ല. ഹൈ ലെവൽ സാധനം പറഞ്ഞത്. ഒരു ചർച്ചയ്ക്കകത്ത് എസ്കൻ പുള്ളി വെച്ചു, ഈ ഫിസിക്കൽ പ്രാക്സിറ്റി ഫിസിക്കൽ വെലോസിറ്റി വ്യത്യാസം എന്താ ഹാഷ്മി പറ. ഞാൻ പറഞ്ഞ വളരെ ശരിയാണ്, ആൾ പറ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. അദ്ദേഹം സംസാരിക്കുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് KPC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മിക്കവാറും മാധ്യമോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതല്ല, നമ്മൾ ഈ വയറാവള്ളിയും ബൾബുമായിട്ട് ചെന്ന് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും ഭയങ്കര ഇടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മാരത്തോൺ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചകളൊക്കെ ഫ്രൂട്ട്ഫുൾ ചർച്ചകൾ തന്നെയായിരുന്നു. എല്ലാവരെയുമായും നേരത്തെ പോയി കണ്ടു, അവരുമായിട്ടൊക്കെ പ്രശ്നം. എനിക്ക് അദ്ദേഹത്തോടൊരു കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട് കാശ്മീർ. ഇത്രയും മണിക്കൂർ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ക്ഷീണമില്ലാതെ ഇരിക്കാനും ആദ്യം രാവിലെ കണ്ട പോലെ തന്നെ വൈകുന്നേരവും ചിരിക്കാനും കഴിയുന്നതിന് അദ്ദേഹം എന്താണ് ഈ ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? എന്തോ ഒരു ഊർജ സ്രോതസ് ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.